ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന്റെ മൊഴി ഇ ഡി രേഖപ്പെടുത്തി. കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ 3.5 മണിക്കൂറോളം ജയറാമിൽ നിന്ന് വിവരങ്ങൾ തേടി. അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്ന് മൊഴി നൽകിയ ശേഷം ജയറാം പ്രതികരിച്ചു. വീണ്ടും വരാൻ പറഞ്ഞിട്ടില്ല എന്നും ജയറാമിന്റെ പ്രതികരണം. വീഡിയോസ് അല്ല, അതാ പൂജ ഇടുന്നതിൻ്റെ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കഴിഞ്ഞ 38 വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഉദ്ഘാടനത്തിനും എന്നെയാണ് വിളിക്കാറ്. ഇങ്ങനെ പോവാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണമായിട്ട് ഞാൻ ഇതിനും പോയിട്ടുള്ളൂ. ഇതിൻ്റെ പൂജയും കാര്യങ്ങളും എത്ര പേര് ഒരു ദിവസം കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് ഇത്ര ഫംഗ്ഷൻ വിളിക്കുന്നു. നമുക്കിതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത വല്ല അറിയാം. അതെന്താണ് ഇനിയൊന്നുമില്ല, അത് കഴിഞ്ഞു. ഒന്നുമില്ല, അത് കഴിഞ്ഞു. വെറുതെ 2 ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ ഊണും കഴിച്ചപ്പോൾ പിരിഞ്ഞു ഓടുന്നു, ഭക്ഷണം കഴിച്ച്. നമുക്ക് ഞാൻ വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, 3.5 മണിക്കൂറോളമാണ് നടൻ ജയറാമിനെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. നിർണായകമായ പല വിവരങ്ങളും ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘവും. എന്തൊക്കെ കാര്യങ്ങളാണ് ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നത്? അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സാക്ഷി എന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ നടൻ ജയറാമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്ത് ഏകദേശം 11:15 കൂടിയാണ് നടൻ ജയറാം ഹാജരായത്. ഇന്നിപ്പോൾ ഇതാ 3.5 മണിക്കൂറിന് ശേഷം വിട്ടയച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമായും അറിയാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് അത് ജയറാമിന് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വീട്ടിൽ ദ്വാരപാലക ശില്പങ്ങൾ എത്തിക്കുന്നു, അതിന്റെ പൂജകൾ നടത്തുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എത്തിക്കുന്നു, അതിൻ്റെ പൂജകൾ നടക്കുന്നു. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷനിൽ നടന്ന പൂജയിലും പിന്നീട് കോട്ടയത്ത് നടന്നിട്ടുള്ള പൂജയിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ജയറാം കൂടി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അതിൻ്റെ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ നടന്നിട്ടുള്ള പൂജയും ആ സ്വർണ്ണപ്പാളികൾ പിന്നീട് വീട്ടിലേക്ക് എത്തിച്ച് നടത്തിയിട്ടുള്ള പൂജകളിലെയും ഡേറ്റുകൾ തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നിപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. വളരെ സൗഹൃദപരമായിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ താനുമായി സംസാരിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ്, വീണ്ടും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ രേഖകളും ഹാജരാക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ല. ശബരിമലയിലെ ഒരു അമൂല്യ വസ്തു എന്നുള്ള നിലയ്ക്ക് അത് വീട്ടിലേക്ക് വരുന്നു, അതിൻ്റെ ദക്ഷിണ നൽകുന്നു. ഇതിനപ്പുറത്തേക്കുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് ജയറാം പറഞ്ഞിട്ടുള്ളത്. പുറത്തും അത് തന്നെയായിരുന്നു അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ ശബരിമല എന്നുള്ളതല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളത്തരം ഇതിനൊക്കെ പിന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നാലാവും വിധമുള്ള ഒരു സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് ഈ ഒരു മൊഴി കൊടുക്കലിന് പിന്നിൽ എന്നുള്ളതും ജയറാം പറഞ്ഞു വെക്കുന്നു. കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി. സ്വാഭാവികമായും ഇന്നിപ്പോൾ കൽപേഷ് കൂടി ഇവിടെ ഹാജരായിട്ടുണ്ട്. അതായത് സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച ഗോവർദ്ധന് നൽകുന്നത് കൽപേഷ് വഴിയാണ്. അപ്പോൾ കൽപേഷും ഈ കേസിൽ ഒരു സാക്ഷിയാണ്. കൽപേഷിനെയും ഇ ഡി വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അത്തരത്തിൽ ഏതൊക്കെ വഴിവിട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇ ഡിയുടെ മുന്നിലേക്ക് എത്തുന്ന ചോദ്യം. അതുകൊണ്ടാണ് ഓരോ ആളുകളെയും വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഈ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ജയശ്രീയെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കാനാണ് ഇ ഡി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചു വരുത്തും. അപ്പോൾ അത് തന്നെയാണ് അറിയേണ്ടത്. വിപിനി സൂചിപ്പിച്ചതുപോലെ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നടൻ ജയറാം പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീണ്ടും വിളിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ വീണ്ടും വരാൻ അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇനി അറിയേണ്ടത് മറ്റ് ആരിലേക്കൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അന്വേഷണം കടക്കുക എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ആരെയൊക്കെ ഇ ഡി ചോദ്യം ചെയ്യുമെന്നുള്ളൊരു സൂചനയുണ്ടോ വിപിൻ? അമൃത, ഇപ്പോൾ എസ് ജയശ്രീയെ 9 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പക്ഷേ പറഞ്ഞിട്ടുള്ള മുഴുവൻ മൊഴികളും ഇ ഡി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ദേവസ്വം ബോർഡ് പറയുന്നു അതിനനുസരിച്ച് താൻ അതിൻ്റെ രേഖകൾ മാറ്റുക മാത്രമാണ് ചെയ്തത്. തൻ്റെ ഇഷ്ടത്തിന് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മൊഴിയുള്ളത്. അവരുടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ഒരു ഭദ്രത അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ അടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴിവിട്ട വളർച്ച ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധനയിലാണ്. ഇനി ഇത് ഇങ്ങനെ ഓരോ ആളുകളെയായി ചോദ്യം ചെയ്തു വന്നതിനപ്പുറത്തേക്ക് ഇനി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കായിരിക്കും ഇ ഡി എത്തുക. കാരണം ഇപ്പോൾ ജാമ്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. ഇവരെയൊക്കെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാം. അതിൻ്റെയൊക്കെ ഒരു കണ്ണിച്ചേർക്കൽ ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം ആ ഒരു സമൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയക്കാം എന്നുള്ളതിലേക്ക് നിൽക്കുന്നത്. ഇപ്പോൾ SIT-യുടെ ഈ അന്വേഷണത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഓരോ ആളുകളെയായി വിളിച്ചു വരുത്തുക,
അവരിൽ നിന്ന് മൊഴിയും അവരുടെ ചോദ്യം ചെയ്യലും വിശദീകരണവും എടുക്കുക, അതിനുശേഷം തുടർ നടപടി എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ എസ് ജയശ്രീ നൽകിയ മൊഴിയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായല്ലോ. അവർ പറഞ്ഞ വാദങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ പൂർണ്ണമായി ഇടി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും എസ് ജയശ്രീ വിളിപ്പിക്കുമായിരിക്കും അല്ലേ? അതെ, എസ് ജയശ്രീയെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. കാരണം ഓരോ ആളുകൾ നൽകുന്ന മൊഴി, അതായത് ഈ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളും ഇവർക്ക് ഇപ്പോൾ ഇഡിക്ക് നൽകുന്ന മൊഴികൾ അത് വെച്ച് കൂടുതലായിട്ടുള്ള പരിശോധന, ആ സൂക്ഷ്മ പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം കാണുകയാണെങ്കിൽ അവരോട് അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള അന്വേഷണം, ഈ രീതിയിലാണ് പോകുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക വളർച്ച അത് ഈ ഒരു 2019 മുതൽ 2025 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, അതിൻ്റെ രേഖകൾ, അത് ഇവിടെ നിന്ന് എങ്ങനെ സമ്പാദനം ഉണ്ടായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് മുരാരി ബാബു അടക്കമുള്ളവരോട് ചോദിച്ചിരിക്കുന്നതും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്. കൂടുതലായി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം തന്നെ ഇഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിപട്ടികയിലുള്ള ആളുകളുടെ എല്ലാം തന്നെ വീടും അവരുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനോടകം തന്നെ റെയ്ഡ് നടത്തുകയും അതിൻ്റെ രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ജയറാമിനെ അടക്കം ചോദ്യം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ചെന്നൈയിലുണ്ടായിരുന്ന ബന്ധം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ജയറാം എത്തിപ്പെടുന്നത്, ഇതിലേക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൊക്കെ തന്നെ നടൻ അറിയാവുന്ന വിവരങ്ങൾ, തനിക്ക് ഒരു പൂജ നടത്തി എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ശബരിമലയിലെ ഒരു ആൾ എന്നുള്ളതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റൊരു ബന്ധവുമില്ല, മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഇഡി ഇവയെല്ലാം തന്നെ സൂക്ഷ്മമായി വരുന്ന മണിക്കൂറിലൊക്കെ പരിശോധിച്ച് അതിൽ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ ആ രീതിയിലേക്ക് പോകും. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ SITയിൽ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങുന്ന ഓരോ ആളുകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെയൊക്കെ തന്നെ മൊഴി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും ചെയ്യും. അമൃത. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇഡി. നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടനിലക്കാരൻ കൽപേഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം എസ് ജയശ്രീയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതാണ്. ഇനിയിപ്പോൾ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വിവരങ്ങളാണ് വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.